ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നല്ലോ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പൊങ്കാല ഇട്ടോ അതോ ക്ഷേത്രത്തിൽ പോയിട്ടാണോ ഇട്ടത്? അതോ ഇനി കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ. ഞാൻ വീട്ടിലാണ് കേട്ടോ പൊങ്കാല ഇട്ടത്. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിനകത്ത് പൊങ്കാല ഇടുന്നത്. ഒരു വർഷം ഇതുപോലെ പുറത്ത് നമ്മുടെ താഴത്തെ മുറ്റത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ലോങ് വീഡിയോ എടുത്തിട്ടില്ല, വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഷോർട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊങ്കാല ഇട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മാപ്പിളൈ സാമ്പാർ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇതുപോലെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരി. അപ്പോൾ നൈറ്റ് അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് ഞാനിത് കഞ്ഞി വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് സാധാരണയായിട്ട് ഈ ഒരു രീതിയിലാണ് കഞ്ഞി വെച്ചിട്ടാണ് കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലി റൈസിലും ദോശമാവിലും ഒക്കെ നമുക്ക് ഈ പച്ചരിയുടെ കൂടെ തന്നെ ഇതിട്ട് അരച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കഞ്ഞിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. 1-2 പൾസ് ഇങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ട് ഒരുപാട് പൊടിച്ചെടുക്കണ്ട, 1-2 പൾസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു കുത്തരിയുടെ ഒരു രീതിക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമ്മൾ കുക്കറിലേക്കാണ് വേവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സാധാരണ നമുക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വേവിക്കാം. പക്ഷേ ഗ്യാസിലായ കാരണം കൊണ്ട് ഒരുപാട് ടൈം എടുക്കും. ഗ്യാസൊക്കെ നമുക്ക് ഒരുപാട് ചിലവാകില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസിൻ്റെ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്കൊരു ഏകദേശം 7-8 ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അരിയുടെ പുറം ഭാഗത്ത് നിൽക്കുന്ന രീതിക്കുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് കുക്കറിൻ്റെ പകുതി പോർഷനോളം വെള്ളം എടുത്തു. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാകത്തിന് ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയും നല്ല ജീരകവും ഉലുവായുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ച ഉലുവയാണ്. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു 5 വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ വേവുന്നതിനിടയിൽ തന്നെ ഞാൻ തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഒക്കെ നമുക്ക് എടുക്കണം. കുറച്ച് തേങ്ങാപ്പാൽ മതി, ഒരുപാട് തേങ്ങാപ്പാൽ വേണമെന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ച് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെ ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. വല്ലപ്പോഴും ഒക്കെ കഴിച്ചാൽ മതി. മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ ഇത് കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു റൈസും കൂടിയാണ്. നമ്മുടെ സാധാരണ റൈസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് കളറായിരിക്കും, നല്ലൊരു ബ്രൗൺ കളറാണ്. നമ്മൾ കഴുകുന്നതിന് മുന്നേ ഇതൊരു ബ്ലാക്ക് കളറിലിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുകി എടുക്കുമ്പോഴത്തേക്കും കുതിർത്തെടുക്കുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളർ ആവും കേട്ടോ. ഇനി ഞാൻ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം 2-ാം പാലിൽ ഇത് ഒന്നും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ വേവുന്നതിനിടയിൽ തന്നെ ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും 2-ാം പാലിലും കൂടി ഒന്ന് വേവട്ടെ. ഇതിനിടയിൽ നമുക്ക് ഒരു മാങ്ങ ചമ്മന്തി കൂടി ചെയ്യാം. അപ്പോൾ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചമ്മന്തി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമാങ്ങയുടെ ചെറിയൊരു പോർഷനും പിന്നെ കുറച്ച് സവോളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയ ഉള്ളി എടുത്താൽ മതി. ഞാൻ നേരത്തെ തന്നെ സവോള കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ, അതാണ് എടുത്തത്. പിന്നെ ആ പാകത്തിന് ഉപ്പും നല്ല എരിവുള്ള മുളക് പൊടിയും തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചമ്മന്തി ചെയ്യുമല്ലോ, അറിയാമല്ലോ, അത് തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് അച്ചാറ്, ചമ്മന്തി, അതുപോലെ പപ്പടം ചുട്ടത്, ഇതൊക്കെയാണ് കേട്ടോ. സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് മാത്രമല്ല ആരോഗ്യ ഗുണവും ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഉലുവ കൂടി നമ്മൾ ഇട്ടേക്കുന്നത് ആ ഒരു കഞ്ഞിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2-ാം പാലിൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് പറ്റി വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ലേശം വെള്ളം കൂടി ആ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പിൽ തന്നെ ഒന്ന് ഇതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മാങ്ങ ചമ്മന്തിയും മാപ്പിളൈ സാമ്പാർ റൈസ് കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം കേട്ടോ, നല്ലതാണ്. ഈസിയാണ്, നമുക്ക് ഈ കുക്കറിൽ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പേര് ടിൻഡ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വെജിറ്റബിളിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിലോ അറിയാമെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുതേ. അപ്പോൾ ഇതാണെങ്കിൽ
ഞങ്ങൾ റീസെൻ്റായിട്ട് ഇതുപോലെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരറിയത്തില്ലായിരുന്നു. അപ്പോൾ മാർക്കറ്റിലെ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. ഇതിൻ്റെ പേര് ടിൻഡ എന്നാണ്, ആപ്പിൾ ഗോഡ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിൾ ആണ് കേട്ടോ. വൈറ്റമിൻ എയും സിയും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തിക്കും സെൽ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത്രേ. അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ. അപ്പോൾ അങ്ങനെ കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. സൈഡിൽ ഞാൻ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു ഐറ്റമാണ്. ഇത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ പുതിയ പുതിയ വെജിറ്റബിൾസ് കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാനായിട്ട് മേടിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഒരുപാട് കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഒരു രീതിക്ക് കറി വയ്ക്കാനാണെങ്കിൽ ദാലൊക്കെ ചേർത്തിട്ട് കറി വയ്ക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഇറച്ചിക്കറി വയ്ക്കുന്ന രീതിക്കാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ബെസ്റ്റ് സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു വെജിറ്റബിൾ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും ഇതുവരെ കഴിക്കാത്തൊരു വെജിറ്റബിളിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ കഴിക്കുന്നത്, എന്നാൽ പോലും നമുക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം ഇത് കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളകും മല്ലിയും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചേക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുമ്പോഴത്തേക്കും 1 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി എന്നുള്ള കണക്കിന് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ മറക്കാതെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം തക്കാളി അരച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് കറി കുറുകിയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി ചേർത്തിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ടിൻഡ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾ നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ തോലൊന്ന് പീൽ ചെയ്തെടുക്കണം. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തൊലി ചെത്തി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. വേവുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ അതുവരേക്കും കുറച്ച് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ എന്തായാലും ഇതുപോലെ പാത്രങ്ങളും കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വേവുന്നൊരു വെജിറ്റബിളാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കോളിഫ്ലവർ കറിയൊക്കെ വയ്ക്കത്തില്ലേ, അതുപോലത്തേക്ക് ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് പാകത്തിന് ഉപ്പും ഗരം മസാലയൊക്കെ ഒന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി നോക്കൂ. നല്ലതാണ്, നല്ല ഇഷ്ടപ്പെടും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് തോന്നുന്നത് തോരൻ പോലെയൊക്കെ വെക്കാൻ പറ്റുമെന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ 2-3 ദിവസം മുന്നേ നമ്മൾ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊന്നും എടുത്ത് വെച്ചില്ല, കാരണം കുറച്ച് തിരക്കായി പോയി. അത് കാരണം കൊണ്ട് എനിക്കിത് എടുത്ത് വെക്കാനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ, എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് സാധിക്കുമോ, നമ്മൾ എത്രയൊക്കെ പോസിറ്റീവായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് കാരണം നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചില സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ചിലപ്പോൾ എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല, വേറൊരാളുടെ പ്രശ്നമായിരിക്കും ഞാനെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ
വഴിയെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയിൽ വരുന്നത് പോലെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു മാനസികമായൊരു വിഷമമൊക്കെ തോന്നും അല്ലേ. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ലൈഫ് അങ്ങനെയാണല്ലേ, ജീവിതത്തിൽ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഓരോ വിഷമഘട്ടങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്ന സമയത്തും നമ്മൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ജീവിതമെന്ന് പറയുന്നത് കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. അത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങനെ പോകത്തില്ല. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ എന്നും സന്തോഷം മാത്രമാണ് അല്ലെങ്കിൽ എന്നും ദുഃഖം മാത്രമാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് സുഖമാണല്ലേ ഉള്ളത്. അപ്പോൾ നമ്മളിത് രണ്ടും അറിഞ്ഞ് അനുഭവിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ജീവിതത്തോടൊരു ജീവിക്കാനുള്ളൊരു കൊതി തോന്നും അല്ലേ. ഒരുപാട് സന്തോഷം വരുമ്പോൾ ഒത്തിരി അങ്ങോട്ട് സന്തോഷിക്കാതെയും അതുപോലെ ദുഃഖം വരുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് ദുഃഖിക്കാതിരിക്കുകയും ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും മനുഷ്യ സഹജമാണല്ലേ, നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് മൈൻഡ് ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 ദിവസം എടുക്കുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പഴയ റുട്ടീനിലേക്ക് വരാനോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഈ സമയം കടന്നു പോവും എന്നൊരു വിശ്വാസം മാത്രം നമ്മളിൽ ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും കേട്ടോ. പിന്നെ ഞാൻ ജവ്വ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പൂജാ റൂമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ ബോഡിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നല്ല മണമാണ് കേട്ടോ. നമ്മുടെ അത്തറൊക്കെ ഇല്ലേ, അത്തറിൻ്റെയൊക്കെ പോലത്തെ മണമാണ്. ഞാനിപ്പോൾ മേടിച്ചത് നമ്മുടെ ഈ ഒരു സാമ്പ്രാണി പൗഡർ നമ്മളിങ്ങനെ വെക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ദസാങ്കം ഇല്ലേ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പുകയ്ക്കുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ എന്താണെന്ന് പോലും കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പൂജാ സാധനങ്ങളിലും പൂജാ റൂമിലൊക്കെ ഈ ജവ്വാദിൻ്റെ പൗഡർ യൂസ് ചെയ്യാറുണ്ട് അത്രേ. നമ്മുടെ ശരീരത്തിൽ ജസ്റ്റ് ഒരു പൗഡർ, ഒരു ഡ്രോപ്പ് ഒന്ന് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. ഒരു ദൈവികമായൊരു മണമാണ് കേട്ടോ. ഒരു അത്തറൊക്കെ പോലത്തെ ഒരു മണമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇതിൻ്റെ ഒരു സ്മെല്ല്. ഞാനിപ്പോൾ ഇത് ദസാങ്കം പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പിന്നെ ഞാൻ കൈയോടെ തന്നെ വന്നിട്ട് ഈ നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഗ്രോസറിയൊക്കെ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷെൽഫ് ഞാൻ ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു കണ്ണാടിയൊക്കെ. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് പോയിട്ട് വാട്ടർ മെലണും കോണും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന്, സ്ട്രീറ്റിലിരിക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഇതുപോലെ വാട്ടർ മെലൺ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ സീസണും കൂടെ അല്ലേ. അപ്പോൾ ഇതുപോലെ പച്ച കളർ വാട്ടർ മെലൻ്റെ അകത്ത് യെല്ലോ കളറിലുള്ള ഫ്ലഷ് വരുന്നതാണ് കേട്ടോ. നല്ല മധുരമാണ്. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു വാട്ടർ മെലൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇത് മേടിച്ചായിരുന്നു. പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് കുറച്ചൊന്ന് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുന്നതിനനുസരിച്ചാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ എനിക്കിനിയിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ടിൻഡയുടെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ആടുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൽ കൗതുകം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് വീഡിയോ. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആമി സ്കൂൾ വിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. കുറച്ച് ദിവസമായിട്ടോ പുറത്ത് പോയിട്ട്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ആമിയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് ഒന്ന് പോകാമെന്ന് കരുതി. മാത്രമല്ല നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ആമിക്ക് സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ബ്ലാക്ക് ജീൻസും വൈറ്റ് ടീഷർട്ടുമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ സ്റ്റുഡിയോയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആമിക്കാണെങ്കിൽ ഞാനിതിന് മുന്നേ ഒരു ബ്ലൂ കളറുള്ള ജീൻസ്, അവൾ ഇട്ടേക്കുന്ന ഒരു ജീൻസ് ഉണ്ട്, അത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ഇതാണെങ്കിൽ
ബോയ്സിൻ്റെ സെക്ഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഗേൾസിൻ്റെ സെക്ഷനിൽ അങ്ങനെ ജീൻസ് ഇല്ലായിരുന്നു കേട്ടോ, അവളുടെ സൈസിന് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഗേൾസിൻ്റെ ഒരു സെക്ഷനിൽ അവളുടെ സൈസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പല ഡ്രസ്സുകളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ബോയ്സിൻ്റെ സെക്ഷനിൽ നിന്നാണ് എടുത്തത്. പക്ഷേ ഞാൻ ഇത്തവണയും ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും കൊണ്ട് ഇവിടെ ബ്ലാക്ക് കളർ ജീൻസ് ഇല്ല കേട്ടോ. ബോയ്സിൻ്റെ സെക്ഷനിൽ ബ്ലൂ ജീൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് എന്തായാലും വൈറ്റ് ടീഷർട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. പ്യുവർ വൈറ്റ് ആണ്, വേറെ ഡിസൈൻ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ഇതുപോലെ ടോപ്പിൻ്റെ സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും പുതിയ കളക്ഷൻസൊക്കെ വന്നോ എന്ന് നോക്കാനാണ്. അപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ എടുത്ത ടോപ്പ്. കളക്ഷൻസൊക്കെ നല്ല കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില സമയത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല കളക്ഷൻസ് കാണും. ഫ്രൈഡേയ്സിലാണ് ഇവിടെ പുതിയ കളക്ഷൻസ് വരുന്നത്. അത്രേ പുതിയ സ്റ്റോക്ക് വരുന്നത് ഫ്രൈഡേയ്സിലാണെന്നാണ് പറയുന്നത്. പിന്നെ ആമിക്ക് ബ്ലാക്ക് ജീൻസ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 1-2 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾക്ക് ഒരു കടയിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് വേറൊരു കടയിൽ കയറിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ലസ്സിയും അതുപോലെ തന്നെ ഒരു പനീർ സാൻഡ്വിച്ചാണ് കഴിച്ചിട്ടുള്ളത്. ആമിയും സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഇതൊക്കെ കഴിച്ചും കൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ പാർക്കിലേക്ക് വന്നു കേട്ടോ. ആമിയും കൊണ്ട് കുറച്ച് ദിവസമായി പാർക്കിൽ വരണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അണ്ണാനഗർ ടവറിൽ തന്നെയാണ് വന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കൊണ്ട് നല്ല തിരക്കായിരുന്നു. മിക്കവാറും ഈ ഒരു സമയത്തൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് പോവുള്ളൂ. ബൈക്ക് പാർക്കിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടുത്തെ ബാക്ക് ഗേറ്റിലാണ് ബൈക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. നമുക്കതാണ് കുറച്ചും കൂടി എളുപ്പം. പക്ഷേ ഇവിടെ പാർക്കിങ്ങിന് നേരത്തെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടത്തില്ല. അങ്ങനെ കുറേ ദൂരെയാണ് കൊണ്ടുപോയി ബൈക്കൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് പോയിട്ട് 2 ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഐസ്ക്രീം കഴിക്കാനൊക്കെ നല്ല പേടിയാണ്. പെട്ടെന്ന് തന്നെ കോൾഡ് വരും. ആമിക്കും കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, പേടിച്ചൊക്കെയാണ് കഴിക്കുന്നത്. വീട്ടിൽ വന്ന ഉടനെ തന്നെ ചൂടുവെള്ളമൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. അങ്ങനെ തണുപ്പുള്ള സാധനങ്ങളും ലെമണും അല്ലെങ്കിൽ ഓറഞ്ച് അതൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. സീസൺ അനുസരിച്ചുള്ള ഫുഡ് എല്ലാമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റാറില്ല, ഈ കോൾഡിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സന്തോഷ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അണ്ണാനഗറിലൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ആ ഷോപ്പിലേക്ക് പോയി. ഞങ്ങൾക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണമെന്ന്. ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ കാണാനില്ല കേട്ടോ, എവിടെയാണെന്ന് അറിയത്തില്ല. അത് കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നു. കിട്ടാത്തത് കൊണ്ട് പിന്നെ പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ മിൽട്ടൻ്റെ ഈ ഒരു ബോട്ടിലാണ് മേടിച്ചിട്ടുള്ളത്. തെർമൽ ഫ്ലാസ്ക് ആണ്. അതിനുള്ളിൽ ചൂടും തണുപ്പുമൊക്കെ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ ആ വെള്ളം വെച്ചേക്കുന്ന ആ ഒരു ബോട്ടിൽ എനിക്ക് എടുത്തതാണ്, വീട്ടിലെനിക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. ആ യെല്ലോ കളറ് നമ്മൾ വേറൊരു കടയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂടി അത്ര ടൈറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഒരെണ്ണം പുതിയതെടുക്കാമെന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്കൊണ്ട് ഉടനെ തന്നെ ആമിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പിന്നെ ഒരെണ്ണം മേടിക്കുകയുണ്ടായി. പിന്നെ ഹസ്ബൻഡ് മിൽട്ടൻ്റെ ഫ്ലാസ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.